ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഉദ്യോഗസ്ഥ വീഴ്ച സംബന്ധിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 2019 സ്വർണ്ണപ്പാളി സ്പോൺസർക്ക് കൈമാറുന്നതിൽ ഉദ്യോഗസ്ഥ വീഴ്ച ഉണ്ടായി എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ശബരിമലയിലെ സ്വർണം കാണിക്ക ഇടപാടുകളുമായി ബന്ധപ്പെട്ട രജിസ്റ്ററുകൾ കൃത്യമാണ്, എന്നാൽ ഇത് കോടതിയെ ധരിപ്പിക്കുന്നതിൽ വീഴ്ചയുണ്ടായെന്നും PS പ്രശാന്ത് പറഞ്ഞു. 2019 ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥ വീഴ്ച ഉണ്ടായിട്ടുണ്ട്, സംശയമില്ല. കാരണം ഇതിൻ്റെ കാര്യങ്ങളിൽ ഈ കൊടുത്തുവിട്ട കാര്യത്തിലായാലും ഒരിക്കലും അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ പാടില്ലായിരുന്നു. തർക്കമില്ല കാര്യത്തിൽ. കൊടുത്തുവിട്ടതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിക്കുന്നുണ്ട്. സ്വയം കുഴിച്ച കുഴിയിൽ അദ്ദേഹം നിന്ന് വീഴുന്ന കാഴ്ചയാണ് കാണുന്നത്. അദ്ദേഹം ഏതാണ്ട് തീരുമാനമാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണെന്ന് ദേവസ്വം ബോർഡിനും ധാരണയില്ലെന്നും ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയാണെന്നും PS പ്രശാന്ത് പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകളിൽ ദേവസ്വം വിജിലൻസ് അന്വേഷണം തുടങ്ങുകയും ചെയ്തു. MG പ്രതീഷും വിഷ്ണു സുരേഷും വാർത്തയുടെ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ആദ്യം പ്രതീഷിലേക്ക് പോകുന്നു. പ്രതീഷ്, 2019 ഇയാളുടെ പക്കൽ ഇത് എല്ലാം ചട്ടവിരുദ്ധമായി മാനുവൽ വിരുദ്ധമായി കൊടുത്തയച്ചത് പിഴവാണെന്നുള്ള കാര്യം ഇനി സമ്മതിക്കാതെ തരമില്ല. അങ്ങനെ സ്വാഭാവികമായ ഒരു പിഴവ് സമ്മതമാണ് ദേവസ്വം ബോർഡ് അധ്യക്ഷന്റേത്. MG പ്രതീഷ്. ഹാഷ്മി, തീർച്ചയായും ഉദ്യോഗസ്ഥ വീഴ്ച നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സമ്മതിക്കുമ്പോഴും ഈ അന്നത്തെ ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ ഈ അന്ന് ഭരണസമിതിയിൽ ഉണ്ടായിരുന്നവർ അറിയാതെ ഉദ്യോഗസ്ഥർക്ക് മാത്രമായി എങ്ങനെ ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടാൻ കഴിയും എന്നതാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. അതിൽ ദേവസ്വം ബോർഡിനും കൂട്ടുത്തരവാദിത്തമുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഈ സ്വർണ്ണപ്പാളി അല്ലെങ്കിൽ ആ ഉത്തരവിൽ പറയുന്നത് ചെമ്പുപാളി എന്നാണ്. അത് ഈ അറ്റകുറ്റപ്പണിക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുമ്പോൾ അത് ദേവസ്വത്തിൻ്റെയും മറ്റ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ വേണമെന്നതാണ് ചട്ടം. നിയമപ്രകാരം അത്തരത്തിൽ വേണം അത് കൈമാറാൻ. പക്ഷേ അതൊന്നും തന്നെ പാലിക്കപ്പെട്ടില്ല. ഈ ഉദ്യോഗസ്ഥർ, ഈ തിരുവാഭരണം കമ്മീഷണർ ഉൾപ്പെടെ അനുഗമിക്കണം. അത്തരത്തിലൊന്നും തന്നെ നടന്നിട്ടില്ല എന്ന കാര്യം വ്യക്തമാണ്. അപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച ഉണ്ടായി എന്ന് മാത്രമാണ് നിലവിൽ ദേവസ്വം ബോർഡ് പറയുന്നത്. പക്ഷേ ആ 2019 99 98 കാലത്ത് സ്വർണം പൂശി എന്ന് പറയുന്ന അതേ ഈ പാളികൾ എങ്ങനെ 2019 ചെമ്പായി എന്ന കാര്യത്തിലും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റോ ഇന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റോ കൃത്യമായി മറുപടി പറയുന്നില്ല. നിലവിൽ അന്വേഷണം 2019 ഇത് കൊണ്ടുപോയ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ എത്തി നിൽക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്ത് വലിയ വീഴ്ച സംഭവിച്ചു എന്ന കാര്യത്തിൽ തർക്കമില്ല. വീഴ്ചയ്ക്കപ്പുറം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പല ഇടപാടുകളും ദുരൂഹമാണ് എന്നതാണ് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്ന കാര്യം. ഈ സ്വർണ്ണപ്പാളി സാമ്പത്തിക നേട്ടത്തിനായി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉപയോഗിച്ചതായി വിജിലൻസിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ചെന്നൈയിൽ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോകേണ്ട സ്വർണ്ണപ്പാളികൾ, ആ പാളികളാണ് ഈ ചെന്നൈയിൽ കൊണ്ടുപോകുന്നതിന് തൊട്ട് മുമ്പ് ബംഗളൂരിൽ കൊണ്ടുപോവുകയും അവിടെ പ്രദർശിപ്പിക്കുകയും ചെയ്തത്. അതുവഴി ഈ ഭക്തർക്കിടയിൽ നിന്ന് വലിയ പണപ്പിരിവ് ഇദ്ദേഹം നടത്തി എന്നതാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസിന് പ്രാഥമികമായി മനസ്സിലായിരിക്കുന്നത്. അതിന്റെ കൂടുതൽ തെളിവുകളാണ് നിലവിൽ ഈ അന്വേഷണ സംഘം ശേഖരിക്കുന്നത്. ഒപ്പം ഈ ബംഗളൂരുവിന് പുറത്തേക്ക്, കർണാടകയ്ക്ക് പുറത്തേക്കും ഏതെങ്കിലും തരത്തിൽ സംഭാവനകൾ സ്വീകരിച്ചിട്ടുണ്ടോ, ഇതിനെ ഒരു സാമ്പത്തിക നേട്ടത്തിനുള്ള വസ്തുവായി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. ഒപ്പം ശബരിമല കേന്ദ്രീകരിച്ച ഇതുവരെ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ മുഴുവൻ ഇടപാടുകളും പരിശോധിക്കാനാണ് ദേവസ്വം വിജിലൻസിന്റെ വ്യാപകമായ പണപ്പിരിവ് നടത്തി എന്നിങ്ങനെ കേൾക്കുന്നുണ്ട്. ഈ സ്വർണം പൂശിയതിന്റെ പേരിൽ, അന്നദാനത്തിന്റെ പേരിൽ, ഇത് പല വീടുകളിൽ സമർപ്പിച്ചതിന്റെ പേരിലൊക്കെ വ്യാപകമായ പണപ്പിരിവ് നടത്തിയെന്ന് കേൾക്കുന്നുണ്ട്. അത് വിജിലൻസ് സ്ഥിരീകരിക്കുന്നുണ്ടോ? ആ വഴിക്കും അന്വേഷണം എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഒരു സോഴ്സ് ഓഫ് ഇൻകം ഇത്തരത്തിൽ ശബരിമലയെ വിറ്റുണ്ടാക്കുന്നതാണ് എന്ന് ദൗർഭാഗ്യവശാൽ മനസ്സിലാക്കേണ്ടി വരുമോ പ്രതീഷ്? ഹാഷ്മി, നിലവിലെ അന്വേഷണം ആ തരത്തിലാണ് പോകുന്നത്. കാരണം ഒരു സാമ്പത്തിക പശ്ചാത്തലം ഉൾപ്പെടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇതിനോടകം പരിശോധിച്ചിട്ടുണ്ട്. ഒരു കീഴ്ശാന്തിയുടെ സഹായിയായി വന്ന് വളരെ പെട്ടെന്ന് തന്നെ സാമ്പത്തിക നേട്ടം അല്ലെങ്കിൽ സാമ്പത്തിക ഉന്നതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയെന്നതാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതിനെല്ലാം തന്നെ ആധാരം ശബരിമലയാണ്. ശബരിമലയിലെ പല കാര്യങ്ങളും സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉപയോഗിച്ചു എന്നതാണ് ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ശബരിമലയിലെ ഈ വഴിപാടുകളുമായി ബന്ധപ്പെട്ട് പ്രധാനമായും കൂടുതൽ വഴിപാടുകളും ഈ സ്പോൺസർഷിപ്പിലൂടെയാണ് നടക്കുക. ഇതിന്റെ എല്ലാം തന്നെ ഇടനിലക്കാരൻ അല്ലെങ്കിൽ ഇത് പോകുന്നതെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി എന്നതാണ് പ്രധാനമായും ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ ശബരിമലയിൽ നടക്കുന്ന വഴിപാടുകൾ, അന്നദാനങ്ങൾ, സംഭാവനകൾ, ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്നതിലടക്കം പല ഇടങ്ങളിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി സംഭാവനകൾ ആ പേരിൽ കൈപ്പറ്റി എന്നതാണ് വിജിലൻസും ഇപ്പോൾ സംശയിക്കുന്നത്. സംശയം മാത്രമല്ല, അതിൽ ഏകദേശം അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ തെളിവുകൾ വിജിലൻസിന് ലഭിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പക്ഷേ
പ്രതീക്ഷ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് മാത്രം കുറ്റച്ചാർത്ത് നടത്തുന്നതിൽ പ്രസക്തിയും അത്ര നല്ലതല്ല. കാരണം എന്താണ്, നേരത്തെ പ്രതീക്ഷ പറഞ്ഞതുപോലെ 2019 ദേവസ്വം ബോർഡിന്റെ ഉത്തരവുണ്ട്. ആ ഉത്തരവിൽ ഓൾറെഡി സ്വർണ്ണമായിട്ടുള്ള ഒന്നിനെ ചെമ്പായിട്ട് ഇറക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഉത്തരവോടുകൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഇപ്പോൾ നാളെ പോറ്റിയോട് ചോദിച്ചാൽ പോറ്റിക്ക് എടുത്ത് കാണിക്കാം, ദേവസ്വം ബോർഡ് ഉത്തരവ് കൊടുത്ത ആരാണ്? ദേവസ്വം ബോർഡാണ്. അതിൽ സ്വർണ്ണമുണ്ടോ? സ്വർണ്ണവില ചെമ്പാണ്. ഒന്ന്. രണ്ട്, ഈ പറയുന്ന രീതിയിൽ ചെന്നൈയിൽ പോയി മടങ്ങി വന്ന ഈ പറയുന്ന പാളിയിൽ 4 കിലോ കുറവാണ്. 4 കിലോ കുറവ് എവിടെയും രേഖപ്പെടുത്താതെ പോറ്റി മാത്രം വിചാരിക്കുന്നതാണോ? അല്ല. അപ്പോൾ അതിനപ്പുറം മറ്റൊരു വലിയ ഗൂഢാലോചനയും വലിയൊരു ഫോക്കസും ഉണ്ട് എന്നൊക്കെയല്ലേ? അതിലേക്ക് അന്വേഷണം പോകുമോ എന്നുള്ളതും ഈ മണിക്കൂറിലെ ചോദ്യമാണ് പ്രതീഷ്. ഹാഷ്മി, തീർച്ചയായും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രമായി ഇത്തരത്തിലൊരു ക്രമക്കേടുകൾ നടത്താൻ പറ്റില്ല. അത് ഉദ്യോഗസ്ഥരുടെ മാത്രം പിന്തുണ കൊണ്ട് പോലും നടത്താൻ കഴിയില്ല എന്നതാണ് മനസ്സിലാകുന്നത്. കാരണം ഈ ദേവസ്വം ബോർഡിന് ഇക്കാര്യത്തിൽ കൂട്ടുത്തരവാദിത്തമുണ്ട്. ഈ 2019 തന്നെ പല വീഴ്ചകൾക്കും ആധാരം ദേവസ്വം ബോർഡിന്റെ ഉത്തരവാണ്. ഒന്നാമത്, ദേവസ്വം മാനുവലിൽ കൃത്യമായി പറയുന്നത് ഇത്തരം ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ പോലുള്ള കാര്യങ്ങൾ ഈ ശബരിമല ഈ പ്രിമൈസസിന് പുറത്ത് കൊണ്ടുപോകരുത് എന്നതാണ്. അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ പോലും ഹൈക്കോടതിയുടെ പ്രത്യേക അനുമതി വേണം. പക്ഷേ അതൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ട് ആ മാനുവൽ പരിഷ്കരിക്കാതെയാണ് ഇത് പുറത്തു കൊണ്ടുപോകാൻ അനുവാദം നൽകിയത്. ഇത് കൊണ്ടുപോകുമ്പോൾ ഈ സ്വന്തമായി ഇത് ഇളക്കി നേരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലങ്ങ് ഏൽപ്പിക്കുകയായിരുന്നു. ആരും അനുഗമിക്കുകയോ പിന്നെ 40 ദിവസം ഇത് എവിടെയാണോ എന്ന കാര്യത്തിൽ പോലും കൃത്യമായി പരിശോധന നടന്നില്ല. ആകെ ദേവസ്വം ബോർഡും മറ്റു ഉദ്യോഗസ്ഥരും ഇത് പരിശോധിച്ചത് ചെന്നൈയിൽ ഇത് എത്തിക്കുകയും ചെന്നൈയിൽ ഇത് സ്വർണം പൂശിയതിന് ശേഷമാണ്, ആ പൂശുന്ന ഘട്ടത്തിൽ മാത്രമാണ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. ഈ സ്വർണം പൂശിയ ശേഷം ഇത് തിരിച്ച് ഈ ശബരിമല സന്നിധാനത്ത് എത്തിക്കുമ്പോൾ പോലും തിരുവാഭരണം കമ്മീഷണർ അവിടെ ഉണ്ടായിരുന്നില്ല. കമ്മീഷണറെ അറിയിച്ചില്ല എന്ന് അദ്ദേഹം തന്നെ ഈ മാധ്യമങ്ങളോട് പ്രതികരിച്ചതാണ്. അതുകൊണ്ട് തന്നെ അടിമുടി വീഴ്ച ദേവസ്വം ബോർഡിനും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിലെ ഇടപാടുകൾ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ അന്നത്തെ ആ പ്രവർത്തികൾ, നീക്കങ്ങൾ എല്ലാം തന്നെ പരിശോധനാ വിധേയമാക്കണമെന്നതാണ് പ്രധാനമായും ഉയരുന്ന കാര്യം. ഹൈക്കോടതി പറഞ്ഞതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം കേന്ദ്രീകരിച്ചാകരുത് അന്വേഷണം എന്നതാണ് ഈ ദേവസ്വം ബോർഡുമായി പ്രവർത്തിച്ച് അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പോലും ഇപ്പോഴും പറയുന്നത്. ഓക്കെ, വിഷ്ണു സുരേഷ് കൂടി കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഈ എന്താണ് അയ്യപ്പ ഭക്തർക്കിടയിൽ അയ്യപ്പനെ പറ്റിക്കരുതെന്ന ഒരു തീവ്രമായ വിശ്വാസമുണ്ട്. അയ്യപ്പന്റെ മുന്നിൽ കള്ളം കാണിക്കരുതെന്ന തീവ്രമായ വിശ്വാസമുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഓർത്തു നോക്കൂ വിഷ്ണു, ഇത് അവിടുത്തെ ദ്വാരപാലക ശില്പങ്ങൾ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോകുന്നു. അവിടെ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷനെ അറിയിച്ചില്ല എന്ന ഒരു ഒറ്റ, ഇപ്പോൾ PS പ്രശാന്തിന്റെ ഭാഷയിൽ സാങ്കേതികമായ ഒരു പിഴവ്, അത് കോടതിയിലേക്ക് എത്തുന്നു. കോടതി അതിൻ്റെ പിന്നാലെ പോകുന്നു, മഹസർ വരുന്നു. ഇതിൽ അഭിനന്ദനം ഹൈക്കോടതിക്ക് മാത്രമാണ്, വേറെ ആർക്കുമില്ല. അതിന് ക്രെഡിറ്റ് മൊത്തം കോടതിക്ക് മാത്രമാണ്. അപ്പോൾ കോടതിയുടെ ഇടപെടലൊക്കെ ഓരോരോ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നു. ഞെട്ടിക്കുന്ന പല കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇയാൾ പിരിവുകാരനാണെന്നും അങ്ങനെ ഉദ്യോഗസ്ഥ വീഴ്ച PS പ്രശാന്ത് തുറന്ന് സമ്മതിക്കുന്നു ഇപ്പോൾ. അപ്പോൾ വിഷ്ണു, ഇനി ഇത് ഹൈക്കോടതിയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെയൊക്കെ പുറത്തു വരുന്ന ഈ വാർത്തകളുടെ ഒക്കെ പശ്ചാത്തലത്തിലാണ് ഇനി ഹൈക്കോടതിയിലേക്ക് ആ കേസ് വീണ്ടും വരിക വിഷ്ണു? ഹാഷ്മി, അടുത്ത 27-ാം തീയതിയാണ് ഈ ഹർജി വീണ്ടും പരിഗണിക്കുക. അന്നൊരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു പ്രാഥമിക റിപ്പോർട്ട് ചീഫ് വിജിലൻസ് സെക്യൂരിറ്റി ഓഫീസർ ഹൈക്കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് PS പ്രശാന്ത് നടത്തിയ പ്രതികരണം, അത് ഹൈക്കോടതിയിൽ നിന്ന് ഉയർന്ന വിമർശനങ്ങൾക്കുള്ളൊരു മറുപടി, അല്ലെങ്കിൽ എന്താണ് ഹൈക്കോടതി ചോദിച്ച ചോദ്യങ്ങൾക്കാണ് അദ്ദേഹം മറുപടി നൽകിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണ്ണപ്പാളി കൈമാറാൻ ദേവസ്വം ബോർഡ് ഒരു തീരുമാനം എടുത്തിരുന്നില്ല എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നില്ല, അത് മറ്റൊരാൾക്ക് കൈമാറാനാണ് നിർദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഉദ്യോഗസ്ഥ തലത്തിൽ ചില ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് എത്തുന്നതെന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെയാണ് ഉദ്യോഗസ്ഥ തലത്തിലെ വീഴ്ച അന്വേഷിക്കണമെന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നത്. ഒപ്പം 1999 മുതൽ 2025 വരെയുള്ള ഈ ശബരിമലയിലെ സ്വർണവുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകൾ, മറ്റു പരിശോധനകൾ, അത് എല്ലാം കേന്ദ്രീകരിച്ച് ഒരു സമഗ്ര അന്വേഷണം വേണമെന്ന് ദേവസ്വം ബോർഡ് തന്നെ ഹൈക്കോടതിയിൽ അടുത്ത ദിവസം അഫിഡവിറ്റ് നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ അടിമുടി ദുരൂഹത, അടിമുടി വീഴ്ച എല്ലാം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം മുങ്ങിപ്പോയാനെ കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ സ്പെഷ്യൽ കമ്മീഷൻ നൽകിയ റിപ്പോർട്ട്, അനുമതി വാങ്ങിയില്ല എന്ന റിപ്പോർട്ടിൽ തുടങ്ങിയ അന്വേഷണം, അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളൊക്കെ എത്തി നിൽക്കുന്നത് ഈ നേരത്തെ ഒരു തരത്തിലും ഈ പരിശുദ്ധിയുടെ പര്യായമായ ശബരിമലയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകരുതെന്ന് കോടതി പറയുന്ന ആ ഇടത്തേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചത് ഈ ഒരു ചെറിയ, ഈ പ്രശാന്തിന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ഒരു ചെറിയ വീഴ്ചയാണ്. ഇനിയിപ്പോൾ അതിൽ എങ്ങനെ അന്വേഷണം മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിശദമായ ഒരു അന്വേഷണം. ഇപ്പോൾ ദേവസ്വം ബോർഡ് അറിഞ്ഞല്ല ഇയാളെ, അല്ലെങ്കിൽ പോറ്റിക്ക് കൊടുക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനം ഉണ്ടായിരുന്നില്ല എന്ന് PS പ്രശാന്തിന് പറയാൻ കഴിയുന്നത് എങ്ങനെയാണ്? കാരണം 2019 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രൊസീഡിങ്സ് എന്ന തലക്കെട്ടിൽ സംഗ്രഹം എന്നൊക്കെ പറഞ്ഞ് ഉത്തരവ്, ഓർഡറും കൃത്യം ഒഫീഷ്യലി ആ ഉത്തരവിറക്കിയിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അത് കൊടുത്തത്.
അപ്പം അങ്ങനെയാണെങ്കിൽ ദേവസ്വം ബോർഡിലെ ഈ പറയുന്ന ഭരണ നേതൃത്വം ഒന്നും അറിയാതെ ഉദ്യോഗസ്ഥർക്ക് മാത്രം അവിടെ ഉത്തരവിറക്കാൻ കഴിയുന്ന രീതിയിലുള്ള കഴിവുകെട്ട അഡ്മിനിസ്ട്രേഷൻ ആണ് അവിടെ എന്ന് PS പ്രശാന്തിന് സമ്മതിക്കേണ്ടി വരും. രണ്ടാമത്തെ കാര്യം, ഹൈക്കോടതി ഈ കഴിഞ്ഞ ദിവസമാണ് അവിടെയുള്ള സ്ട്രോങ് റൂമുകൾ തുറന്ന് പരിശോധിക്കുമെന്ന് പറഞ്ഞത്. ഇത് ഒരു ദ്വാരപാലകരുടെ പാളിയുടെ കാര്യം മാത്രമാണ്. സ്ട്രോങ് റൂമുകൾ തുറന്ന് പരിശോധിക്കുമ്പോൾ എന്തെന്ന് ദൈവത്തിനറിയാം വിഷ്ണു. ഹാഷ്മി, 2019 കാര്യം വളരെ കൃത്യമായി തന്നെ PS പ്രശാന്ത് വ്യക്തമാക്കിയത് ദേവസ്വം ബോർഡിന് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നില്ല എന്നാണ്. പക്ഷേ ഉദ്യോഗസ്ഥ ഇടപെടൽ അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാരുടെ ഇടപെടൽ മൂലമാണ് അത്തരത്തിലൊരു ഉത്തരവ് പുറത്തിറങ്ങിയത്. സ്വാഭാവികമായും അവിടുത്തെ ദേവസ്വം ബോർഡിനെ സ്വാധീനിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഉദ്യോഗസ്ഥർ ആ ഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നിരിക്കാം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതുകൊണ്ടാണ് ഉദ്യോഗസ്ഥലത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് PS പ്രശാന്തിന് ഏറ്റവും ഒടുവിൽ സമ്മതിക്കേണ്ടി വരുന്നത്. ഒപ്പം മറ്റു വിഷയം, ഈ സ്ട്രോങ് റൂമുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് ഹൈക്കോടതി പറഞ്ഞത്. അത് അവിടുത്തെ രജിസ്ട്രികൾ കൃത്യമല്ല എന്ന് ഹൈക്കോടതി ചീഫ് വിജിലൻസ് കമ്മീഷണർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് അതുമായി ബന്ധപ്പെട്ട പ്രതികരണം പ്രശാന്ത് നടത്തിയിട്ടുള്ളത് ABC എന്നിങ്ങനെ 3 സ്വർണവുമായി ബന്ധപ്പെട്ട് 3 സ്ട്രോങ് റൂം, 18 സ്ട്രോങ് റൂമുകൾ ഉണ്ട്. അത് ABC എന്ന് പറയുന്ന കാറ്റഗറിയിലാക്കി മാറ്റിയിട്ടുണ്ട്. ആ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിവരങ്ങളും തങ്ങളുടെ പക്കലുണ്ട്. ഒരു തരത്തിലുള്ള കൃത്രിമത്വം അവിടെ ഇല്ല. അത് പക്ഷേ കോടതിയെ ധരിപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് വീഴ്ച സംഭവിച്ചു. ചീഫ് വിജിലൻസ് സെക്യൂരിറ്റി ഓഫീസർക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൈമാറുന്നതിന് വീഴ്ചകൾ സംഭവിച്ചു എന്നാണ് നിലവിൽ പ്രശാന്ത് വ്യക്തമാക്കിയിട്ടുള്ളത്. അതല്ല, അത് ഇനിയും ഒരുപക്ഷെ ആ രജിസ്ട്രിയുടെ വിവരങ്ങളൊക്കെ ഇനിയും കോടതിക്ക് കൈമാറാൻ തങ്ങൾ തയ്യാറാണെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഉദ്യോഗസ്ഥരെ പഴിച്ചുകൊണ്ട് ദേവസ്വം ബോർഡ് രക്ഷപ്പെടാനുള്ള ശ്രമം ഇവിടെ നടക്കുന്നുണ്ട്. കെ മുരളീധരൻ ഈ വിഷയത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. പിന്നെ സംശയം എന്താ? അങ്ങനെയുള്ള സ്പോൺസറായിട്ട് മാറിയത് എങ്ങനെയാ? എന്താണ് സ്പോൺസർ? ഒരു കീഴ്ശാന്തിക്ക് വന്ന ഒരാളെ എങ്ങനെ സ്പോൺസറായിട്ട് മാറും? ഇതൊക്കെ അറിയണ്ടേ? ഇതൊക്കെ ഒരു സംഗമം കൊണ്ട് മറയ്ക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇക്കാര്യത്തിൽ യഥാർത്ഥ കുറ്റവാളികൾ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. കപട ഭക്തിക്കാരുടെ യഥാർത്ഥ ചിത്രം പുറത്തു വരണം. അന്വേഷിക്കണം ഈ കാര്യങ്ങളൊക്കെ. അന്വേഷിക്കുന്നതിന് ഒരു വിരോധമില്ല. പക്ഷേ ഒരിക്കലും കുറ്റവാളികൾ രക്ഷപ്പെടാൻ സമ്മതിക്കില്ല. ഒരു സംശയം അക്കാര്യത്തില്ല. ഗൂഢാലോ നിലക്ക് സ്വർണം കട്ടിട്ട് 4 കിലോ കട്ടിട്ട് എന്ത് ഗൂഢാലോ തന്നെ കട്ടി ഈശലാക്കി ദൈവത്തിൻ്റെ പണം. ഒരു കാര്യം ഞാൻ പറയുന്നുള്ളൂ, അയ്യപ്പൻ്റെ സ്വത്ത് തൊട്ടവരാരും ഗതി പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യം കക്കുന്നവരോർക്കണം. അത്രേ പറയുന്നു. ഒരു കാരണവശാലും ഈ കള്ളന്മാർ രക്ഷപ്പെടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.